എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 1.25 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അല്പം ഉപ്പ്, തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 3/4 മണിക്കൂർ വെക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 4 സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. ഇനി നമുക്ക് അരി വേവിക്കാൻ വെക്കാം. ഞാനിവിടെ 4 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. 8.5 കപ്പ് വെള്ളവും ഹോൾ സ്പൈസസും ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം. ഉള്ളി വറുത്ത എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഈ വെള്ളത്തിൽ ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇടാം. അരി 3/4 വേവാകുമ്പോൾ നമുക്ക് വാർത്ത് വെക്കാം. ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റാം. ഞാനിവിടെ 4 സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോള നന്നായി വഴന്നു വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഇടാം. ഇനി ചിക്കന്റെ മസാല ഉണ്ടാക്കാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ഫ്രൈഡ് ഓണിയൻസും കൊറിയാൻഡർ ലീവ്സും ചേർത്ത് നന്നായിട്ട് അരച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതും കിസ്മിസ് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാല നന്നായിട്ട് മൂക്കണം. മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളിയും മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് തുറന്നിരുന്ന് തിളച്ച ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇനി റൈസിന് ഫ്ലേവർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി, അല്പം പാല്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതെല്ലാം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ചിക്കൻ വെന്ത ശേഷം നമുക്ക് റൈസ് ഇട്ട് ദം വെക്കാം. പാലും നെയ്യും മിക്സ്ചറും നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ മല്ലിയിലയും ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാം. വീണ്ടും ഇതുപോലെ ഒരു ലെയറും കൂടി ഉണ്ടാക്കിയിട്ട് പാത്രം നമുക്ക് ടൈറ്റ് ആയിട്ട് മൂടി വെക്കാം. ഇത് 25 മിനിറ്റ് സ്ലോ തീയിലിരിക്കണം. ഇപ്പൊ നമ്മുടെ ബിരിയാണി എല്ലാം പാകത്തിന് വെന്ത് റെഡിയായി. ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മല്ലിയിലയും ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഇത് സാലഡിനും അച്ചാറിനും ഒപ്പം വിളമ്പാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.